വിനോദ 31 മരണമല്ലേ ഏറ്റവും പുതിയ വിവരം അനുസരിച്ച്? 31 മരണമെന്ന കണക്കാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. 3 കുട്ടികളുടെ നില അതീവ ഗുരുതരമാണ്. 50ഓളം പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. ഈ ഒരു തരത്തിലുള്ള കണക്കുകൾ പുറത്തു വരുന്നു. ഇനിയും മരണസംഖ്യ ഉയരും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല വിവിധ ആശുപത്രികളിലായി ഇവരെ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റാലിക്ക് അനുമതിയില്ലായിരുന്നു എന്ന തരത്തിലുള്ള വിവരമാണ് ഇപ്പോൾ തമിഴ്നാട് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ആ തരത്തിലുള്ള വിവരം വരുന്നു. നാമക്കലും കരൂരുമായി 2 റാലികളാണ് ഇന്ന് നിശ്ചയിച്ചിരുന്നത്. നേരത്തെയും റാലി നടന്ന ഇടങ്ങളിലൊക്കെ തന്നെ ഈ ആൾക്കൂട്ടത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയമായ പോരാട്ടമായി മാറിയിരുന്നു. നേരത്തെയുള്ള റാലികളിൽ ചിലയിടങ്ങളിൽ വൈദ്യുതി ബന്ധം നഷ്ടമായപ്പോൾ അത് വിജയ് ബോധപൂർവം DMK ചെയ്യുന്നതാണെന്ന് ആരോപണം ഉന്നയിച്ചിരുന്നു. BJP സർക്കാരാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ ഇങ്ങനെ വൈദ്യുതി ബന്ധം ഇല്ലാതാക്കുമായിരുന്നു എന്ന ചോദ്യമൊക്കെ രാഷ്ട്രീയമായി വിജയ് ഉയർത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ പ്രസംഗം അവസാനിപ്പിച്ച് വിജയ് മടങ്ങിയിട്ടുണ്ട്. ഇതിൽ വിജയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം 2 തരത്തിലുള്ള ആരോപണങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ഇതിപ്പോൾ വിജയ്ക്ക് നേരെ അനുമതിയില്ലാതെ റാലി നടത്തി അപകടം ക്ഷണിച്ചു വരുത്തി എന്ന തരത്തിലുള്ള സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ബോധപൂർവം അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയമായ മാത്രം കാഴ്ചപ്പാടോടുകൂടി ഇത്തരമൊരു റാലി നടത്തിയെന്ന ആരോപണം DMKയുടെയും മറ്റ് കക്ഷികളുടെയും ഭാഗത്തു നിന്ന് വരാനുള്ള സാധ്യത. അതേസമയം ഇതിലൊരു അട്ടിമറി ആരോപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ റാലി മനഃപൂർവ്വം നശിപ്പിക്കുന്നതിന് വേണ്ടി, തൻ്റെ രാഷ്ട്രീയ യാത്ര ഇല്ലാതാക്കുന്നതിന് വേണ്ടി DMK ആസൂത്രിതമായി നടത്തിയ ഒരു കാര്യമാണ് എന്നൊക്കെ ഉള്ള ആരോപണങ്ങൾ ഒരുപക്ഷെ TVKയുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരാം. കാരണം ഇതുവരെയുള്ള പ്രത്യാരോപണങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ നിലയ്ക്കായിരുന്നു രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോൾ മനു ഭരത്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. മനു, അവിടുത്തെ ഇന്നത്തെ ഈ റാലിയുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം പോയിന്റുകളിലായിരുന്നു ഇവർക്ക് ഈ ആളുകൾ തടിച്ചുകൂടിയത്? അവിടുത്തെ ഒരു ഗതാഗത നിയന്ത്രണം എങ്ങനെയായിരുന്നു? ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്താണ്? വിനോദ്, ഈ രാവിലെ തന്നെ ഒരു യോഗം അവിടെ നാമക്കല്ലിൽ നിശ്ചയിച്ചിരുന്നു. അത് ആദ്യം നിശ്ചയിച്ച സ്ഥലത്ത് നിന്ന് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഈ ആൾക്കൂട്ടം KS തിയേറ്ററിലേക്ക് പിന്നീട് അവിടേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ആദ്യം മധുരവീരൻ ക്ഷേത്രത്തിന് സമീപം ആണ്, പൊയ്യേരിയിൽ നാഷണൽ ഹൈവേക്ക് സമീപമാണ് ഈ യോഗം നടത്താൻ ആദ്യം തീരുമാനിച്ചതെങ്കിലും പിന്നീട് അവിടെ വലിയ ആൾക്കൂട്ടം എത്തിയതിനെ തുടർന്ന് അവിടുന്ന് KS തിയേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. സെപ്റ്റംബർ 13 തൊട്ട് വിജയ് നടത്തുന്ന എല്ലാ യാത്രകളിലും ഇതുപോലെ അരിയല്ലൂരിലും അതുപോലെ നാഗയിലും തിരുവാവൂരിലുമൊക്കെ സമാനമായ രീതിയിൽ വലിയ ആൾക്കൂട്ടം വന്നതിനെ തുടർന്ന് പോലീസ് ഇത് വ്യക്തമായ മുന്നറിയിപ്പ് നൽകി. പക്ഷേ ഇവിടെയെല്ലാം വിജയ് അനുകൂലികൾ മുന്നോട്ട് വെച്ച ഒരു ആക്ഷേപം, തങ്ങളെ ഭയക്കുന്നു സർക്കാർ, ജനങ്ങൾ വിജയെ കാണാൻ ആഗ്രഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ അവരെ തടയുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വയ്ക്കുന്നു. ഏതായാലും ഈ തമിഴക വെട്രി കഴകത്തിൻ്റെ ഇന്നത്തെ ഈ യാത്ര ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് വഴിവെക്കും എന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചില്ല. പക്ഷേ പോലീസ് ആവശ്യമായ മുൻകരുതലെടുക്കണമെന്ന് വളരെയധികം വ്യക്തമായി തന്നെ നേരത്തെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ഇപ്പോൾ 2 മന്ത്രിമാരെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് MK സ്റ്റാലിൻ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഒന്ന് മാ സുബ്രഹ്മണ്യത്തെ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ അൻബിൽ മഹേഷ് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. 2 പേരെയും അങ്ങോട്ടേക്ക് അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിന് അയച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ അവിടുത്തെ ജില്ലാ കലക്ടറോട് എത്രയും പെട്ടെന്ന് ഈ പരിക്കേറ്റവർക്കും അതുപോലെ ഇതൊക്കെ ഇതിൽ ബാധിതരായിട്ടുള്ള ആളുകൾക്കും എത്രയും പെട്ടെന്ന് ആവശ്യമായ വൈദ്യസഹായം നൽകണം എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ തൊട്ടടുത്തുള്ള തിരുച്ചിറപ്പള്ളി ജില്ലയിൽ അവിടെ നിന്നാണ് ഈ അൻബിൽ മഹേഷ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ആവശ്യമായ സഹായങ്ങൾ ഇങ്ങോട്ടേക്ക് കരൂരിലേക്ക് എത്തിക്കാനൊക്കെയുള്ള സഹായം നൽകിയിട്ടുണ്ട്. ADGP പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് നീങ്ങണം എന്ന നിർദ്ദേശം സ്റ്റാലിൻ നൽകിയിട്ടുണ്ട്. അങ്ങനെ തമിഴ്നാട് വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തിൽ പരിക്കേറ്റ ആളുകളെയും ആശുപത്രിയിൽ കിടക്കുന്ന ചികിത്സയിലുള്ള ആളുകൾക്കും സൗകര്യമൊരുക്കാനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ഈ വിജയുടെ ഈ രാഷ്ട്രീയ പ്രചരണം വിനോദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ വിവാദങ്ങളിൽ ആണ് കുരുങ്ങിയത്. DMK സർക്കാർ വളരെയധികം നിയന്ത്രണങ്ങൾ തൻ്റെ പരിപാടികൾക്ക് ഏർപ്പെടുത്തുന്നു എന്ന കുറ്റപ്പെടുത്തൽ വിജയുടെ ഭാഗത്തുനിന്നുണ്ടായി. ഇത്തരം പല നിയന്ത്രണങ്ങളും പല നിയമങ്ങളും വയ്ക്കുന്നത് ജനങ്ങളെ തന്നെ കാണുന്നതിന് തടസ്സപ്പെടുത്താനാണ് എന്ന് വിജയുടെ റാലിയിൽ വൻ ദുരന്തം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. മരണസംഖ്യ 30 കടന്നു.
31 എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുട്ടികൾ മരിച്ചവരുടെ കൂട്ടത്തിൽ കുട്ടികളുണ്ട് എന്ന ദൗർഭാഗ്യകരമായ കാര്യം കൂടിയുണ്ട്. വിജയെ കാണാനും പ്രസംഗം കേൾക്കാനുമായി ലക്ഷക്കണക്കിന് ആളുകൾ ഈ പ്രദേശത്ത് അടിച്ചുകൂടിയിരുന്നെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ്. കാരണം ഒരു വളരെ ചെറിയ സ്ഥലത്ത് ചെറിയ വഴികളിലൂടെ ഇത്ര അധികം ലക്ഷങ്ങൾ ഇങ്ങനെ കടന്നു പോവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ദുരന്തത്തിനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഴുന്നവരും കൊഴിഞ്ഞു വീഴുന്നവരെയും ആയിട്ട് നമുക്ക് കാണാം. വിജയെ കാണാനെത്തുന്നവരുടെ എണ്ണമൊക്കെ വളരെ വലുതായിരുന്നു. ഇതിനിടയിൽ 15 മിനിറ്റോളം മാത്രം വിജയ് പ്രസംഗിക്കുന്നു. തുടർന്ന് ഈ ദുരന്തം കണ്ട് മടങ്ങിപ്പോവുകയാണ്. നേരത്തെയും സമാനമായി തന്നെ നിരവധി റാലികൾ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൂടി ചേർത്ത് വെക്കണം. അനിഷ്ട സംഭവങ്ങൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട റാലികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ആളുകൾ ഇങ്ങോട്ടേക്ക് വിജയെ കാണാൻ കുതിച്ചെത്തുന്നു എന്നുള്ളതാണ്. സജയൻ ടെലിഫോൺ ലൈനിലുണ്ടോ? സജയൻ, ഏറ്റവും പുതിയ മരണവിവരം ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായും 6 കുട്ടികൾ 16 സ്ത്രീകൾ ഉൾപ്പെടെ 31 പേർ മരിച്ചു എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി. 6 കുട്ടികൾ 16 സ്ത്രീകൾ ഉൾപ്പെടെ 31 പേർ മരിച്ചു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി മാ സുബ്രഹ്മണ്യമാണ് ഇത് അറിയിച്ചിരിക്കുന്നത്. അടുത്തതായി നാളെ മുഖ്യമന്ത്രി രാവിലെ കരൂരിലേക്ക് പുറപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ മന്ത്രിമാരെ എല്ലാം കരൂരിലേക്ക് ചെന്ന് ചികിത്സിക്കുന്നവർക്ക് വേണ്ട അത്യാധുനിക ചികിത്സ നൽകുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും പൂർണ്ണമായിട്ടുള്ള എല്ലാ നടപടികളും, അതായത് അടുത്ത ഘട്ട നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയും നാളെ കരൂരിലേക്ക് എത്തുന്നുണ്ട്. കരൂരിൽ ഇപ്പോഴും ഒരു 30-ലധികം പേർ ഈ ആശുപത്രിയിൽ കഴിയുന്നുവെന്നാണ്, അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുന്നതാണ് കിട്ടുന്ന വിവരം. കരൂർ മെഡിക്കൽ കോളേജിലാണ് എല്ലാവരെയും എത്തിച്ചിരിക്കുന്നതെന്നാണ്. മെഡിക്കൽ കോളേജിൽ തീവ്ര ചികിത്സ നൽകുന്നതിനുള്ള എല്ലാ അത്യാധുനിക ചികിത്സകളും നൽകുന്നതിനുള്ള ഒരു നിർദ്ദേശം സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നാളെ രാവിലെ മുഖ്യമന്ത്രിയും കരൂരിലെത്തുന്നുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനവും ഈ റാലിയും ഒക്കെ ഇപ്പോൾ കരൂരിൽ നടന്നിരിക്കുന്ന ഒരു വലിയൊരു ദുരന്ത സംഭവമായി മാറിയിരിക്കുകയാണ്. പല നിർദ്ദേശങ്ങളും വിജയുടെ ഭാഗത്തു നിന്നും കുട്ടികളെയും മുതിർന്നവരെയും അതേപോലെ സ്ത്രീകളാരും ഈ റാലിയിൽ പങ്കെടുക്കരുതെന്ന് വിജയുടെ താവേക്ക പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള ആരാധന മൂത്ത് പലരും ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് ലക്ഷങ്ങൾ കടിച്ചുകൂടിയതിന്റെ ഒരു ദുരന്ത അനുഭവമാണ്. നമുക്ക് അതിന്റെ ഒരു പരിണിത ഫലമാണ് ഈ 31 ജീവനുകൾ നഷ്ടമാവാൻ കാരണമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേപോലെ വിജയുടെ ഭാഗത്തു നിന്ന് പല ആരോപണങ്ങളും ഉണ്ടായിട്ടുണ്ട് സർക്കാരിനെതിരെ. തനിക്ക് വേണ്ടത്ര സജ്ജീകരണങ്ങൾ നൽകുന്നില്ല, തന്റെ രാഷ്ട്രീയ മുന്നേറ്റം കണ്ട് DMK ഭയക്കുന്നു, അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ വെല്ലുവിളിയായി മാറുമെന്ന ഒരു ഭയപ്പാടിന്റെ ഒരു പ്രകടിപ്പായിട്ടായിരുന്നു അദ്ദേഹത്തിന്റെ റാലിയെ തടസ്സപ്പെടുത്താനുള്ള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് DMKയുടെ ഭാഗത്തു നിന്നുള്ള പല നടപടികളും ഉണ്ടായി എന്ന ഒരു രാഷ്ട്രീയ ആരോപണങ്ങൾ ഉണ്ടായിട്ടുള്ള ഭാഗത്താണ്. അതേപോലെ ഇന്ന് തന്നെ വേണ്ടത്ര പോലീസ് സംവിധാനങ്ങൾ ഒരുക്കിയില്ല എന്ന് ഈ റാലിയിൽ തന്നെ വിജയ് സംസാരിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിലാണ്